തോറ്റാൽ മൊട്ടയടിച്ച് കമ്മലിട്ട് നടക്കുമെന്ന വെല്ലുവിളിയിൽ മലക്കം മറിഞ്ഞ് UDF സ്ഥാനാർത്ഥി PV അൻവർ. മൊട്ടയടിക്കുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും റിയാസ് വെല്ലുവിളി ഏറ്റെടുത്താൽ മൊട്ടയടിക്കാമെന്ന് പന്തയം വയ്ക്കാമെന്നാണ് പറഞ്ഞതെന്നും അൻവർ പറഞ്ഞു. തോറ്റാൽ താൻ കമ്മലിടുമെന്നും എന്നാൽ റിയാസിന് കമ്മലിന്റെ ആവശ്യമില്ലല്ലോ എന്ന അധിക്ഷേപ പരാമർശവും അൻവർ നടത്തി. ഞാൻ മുഹമ്മദ് റിയാസിനെ കോഴിക്കോട് പ്രസ് ക്ലബ്ബിലേക്കാണ് ക്ഷണിച്ചല്ലേ, എന്തിനാണ് അഗ്രിമെൻ്റ് എഴുതാൻ? ഞാൻ തോറ്റാൽ ഞാൻ മൊട്ടയടിക്കണം, അദ്ദേഹം തോറ്റാൽ അദ്ദേഹം മൊട്ടയടിക്കണം. ഞാനൊരു കമ്മലും കൂടെ ഇടാമെന്ന് പറഞ്ഞു. പുള്ളിക്ക് അതിന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ കമ്മൽ ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അല്ല, ഞാൻ പിന്മാറില്ലല്ലോ, ഞാനിപ്പോഴും അതിൽ തന്നെയാണ്. ഇനിയും സമയമുണ്ടല്ലോ. ഏറ്റെടുക്കുന്നതിന് പറ്റില്ലല്ലോ. ഞാൻ നിങ്ങൾ ബെറ്റ് വെക്കുമ്പോൾ 10,000-ന് ബെറ്റ് വെച്ചാൽ നിങ്ങൾ അത് കെട്ടിവെക്കാൻ തയ്യാറാവണ്ടേ? ഏകപക്ഷീയമായ വെറ്റിനെന്താ എനിക്കത് താക്കോലെ വട്ടുണ്ടോ? രാഷ്ട്രീയ വ്യക്തികൾ തമ്മിലുള്ള ഗുസ്തി മത്സരമല്ലെന്നും അൻവറിന്റെ വാക്കുകൾ ജനം വിലയിരുത്തുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. വ്യക്തിപരമായ അധിക്ഷേപം അത് തീർച്ചയായിട്ടും ഏത് രംഗത്തുള്ളവരും, ഇപ്പോൾ നിങ്ങളായാലും നിങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിച്ച ഒരു മാനസിക പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് ഒറ്റയ്ക്കല്ല, സമൂഹത്തിലാകെട്ട് അലക്കുമ്പോൾ നമുക്ക് മനുഷ്യനാണ് മാനസിക പ്രയാസം ഉണ്ടായേക്കാം. തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വ്യക്തിപരമായ ഒരു ബോക്സിംഗ് കോമ്പറ്റീഷനായി നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ജനങ്ങളും വോട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണല്ലോ. ഓരോരുത്തർ ഉയർത്തിയ കാര്യങ്ങൾ അത് ജനങ്ങൾ വിധി എഴുതും. പ്രസാദ് ഉടുമ്പിശ്ശേരി വിവരങ്ങളുമായി ചേരുകയാണ്. പ്രസാദ്, ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം നടത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ് PV അൻവർ, പ്രത്യേകിച്ചും മുഹമ്മദ് റിയാസിനെതിരെ എന്നുള്ളതാണിത്. ഈ ഏറ്റവും അവസാനം ഈ വിധി വരാൻ ഇങ്ങനെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ പോലും അത്തരം അധിക്ഷേപങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ ഏറ്റവും അവസാനം ഇപ്പോൾ നടന്നത് എന്ന് പറഞ്ഞത് ഈ മൊട്ടയടിക്കുമെന്നുള്ളതിൽ നിന്നും മലക്കം മറിഞ്ഞിരിക്കുന്നു PV അൻവർ എന്നുള്ളത് കൂടിയാണ്. ഇക്കാര്യത്തിൽ ഇന്ന് PV അൻവർ പറഞ്ഞതും മുഹമ്മദ് റിയാസിന്റെ മറുപടി, പ്രത്യേകിച്ചും ഗുസ്തി മത്സരമല്ലല്ലോ എന്നതടക്കമുള്ള മറുപടിയും ഉണ്ടായി. ഇതിനെ എങ്ങനെയാണ് ഈ ഒരു സമയത്ത് നോക്കിക്കാണാൻ സാധിക്കുന്നത്? സ്വാതി, ബേപ്പൂരിൽ തുടക്കം മുതൽ തന്നെ PV അൻവർ സ്ഥാനാർത്ഥിയാകും എന്ന് വ്യക്തമായ ഉടൻ തന്നെ അതിനു മുമ്പ് തന്നെ PV അൻവറിന്റെ ഭാഗത്ത് നിന്ന് മുഹമ്മദ് റിയാസിനെതിരെയുള്ള അധിക്ഷേപ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. PV അൻവർ പറഞ്ഞത് തന്നെ മരുമോനിസം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് താൻ ബേപ്പൂരിലേക്ക് വരുന്നത് എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ തന്നെയാണ്. ഇപ്പം മുഹമ്മദ് റിയാസ് പറയുന്നത് പോലെ ഒരു തെരഞ്ഞെടുപ്പിൽ രണ്ട് പാർട്ടികൾ തമ്മിലാണ് മത്സരം ഉണ്ടാവുക. പക്ഷേ അതിന് പകരം ഇത് വ്യക്തി കേന്ദ്രീകൃതമാക്കി മാറ്റുകയാണ് PV അൻവർ ചെയ്തത് എന്നുള്ള ഒരു ആരോപണമാണ് LDFന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അങ്ങനെ പലതരത്തിലും പല ഘട്ടങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ തന്നെയാണ് PV അൻവർ നടത്തി വരികയും ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരെ കാണിച്ചതുപോലെ തന്നെ ഒരു പന്തയ വിവാദമാണ് ഏറ്റവും ഒടുവിലായി ഉയർന്നിട്ടുള്ളത്. PV അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബേപ്പൂരിൽ താൻ എന്തായാലും ജയിക്കും, അങ്ങനെ ജയിച്ചില്ല എങ്കിൽ മൊട്ടയടിക്കാൻ തയ്യാറാണ്, ഒരു കമ്മലുമിട്ട് കോഴിക്കോട് കിഡ്സൺ കോർണർ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ താൻ മൊട്ടയടിച്ച് നടക്കും എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു പന്തയത്തിന് തയ്യാറുണ്ടോ എന്നതായിരുന്നു PV അൻവർ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുള്ളത്. ഇന്ന് മാധ്യമങ്ങൾ കുറച്ചുകൂടി അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ചോദിച്ചപ്പോഴാണ് അങ്ങനെ ഏകപക്ഷീയമായ ഒരു പന്തയത്തിന് താൻ തയ്യാറല്ല, മുഹമ്മദ് റിയാസ് തയ്യാറാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പന്തയം നടത്തൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തുടക്കം മുതൽ തന്നെ ഇത്തരം പരാമർശങ്ങൾ നടത്തി വരികയാണ് PV അൻവർ. ഇന്നിപ്പോൾ മുഹമ്മദ് റിയാസ് നടത്തിയിട്ടുള്ള ഒരു മറുപടി പറയുന്നത് ഇതിങ്ങനെ ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഗുസ്തിപര മത്സരമല്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, അതിനകത്ത് രാഷ്ട്രീയവും എല്ലാം തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പിന്നെ വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും ഏതൊരു മനുഷ്യനെയും പോലെ തനിക്കും വേദനയുണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും രാഷ്ട്രീയ പോര് നടന്നെങ്കിൽ പോലും സ്വാതി സൂചിപ്പിച്ചതുപോലെ ബേപ്പൂരിൽ മാത്രമാണ് ഇങ്ങനെ നിരന്തരം വ്യക്തിപരമായ പരാമർശം എതിർ സ്ഥാനാർത്ഥിക്കെതിരെ PV അൻവർ ഒരു സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ശരി പ്രസാദ്, അങ്ങനെയാണ് അത്തരത്തിൽ ഈ ബേപ്പൂരിലാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾക്കിടയിൽ ഇത്തരത്തിൽ അധിക്ഷേപം ഉണ്ടാകുന്നത്. അത് PV അൻവർ ആണ് അത്തരത്തിൽ വ്യക്തി അധിക്ഷേപങ്ങൾ കൂടുതൽ നടത്തുന്നത് എന്നുള്ളത് കൂടി ആണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ആയി മാറി അത് എന്നുള്ളതുമാണ്.